ഇന്ന് ലോക ബ്രെയിൻ ട്യൂമർ ദിനമാണ്, ജൂൺ 8 ബ്രെയിൻ ട്യൂമർ എന്ന് പറയുമ്പോൾ നമുക്ക് സമൂഹത്തിൽ ഒരുപാട് മിഥ്യാധാരണകളുണ്ട്. ട്യൂമർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ബ്രെയിൻ ട്യൂമർ എന്നല്ല, ബ്രെയിനിൻ്റെ കോശങ്ങളിൽ നിന്ന് വളരുന്നു, അതിൻ്റെ ആവരണങ്ങൾ കവറിങ്ങിൽ നിന്ന് വളരുന്നു, അതോ അതിൻ്റെ ഉള്ളിലെ ഗ്രന്ഥികളിൽ നിന്ന് വളരുന്ന മുഴകൾക്കാണ് ബ്രെയിൻ ട്യൂമർ എന്ന് പറയുന്നത്. ബ്രെയിൻ ട്യൂമർ ഉണ്ടായാൽ എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടാവുമെന്ന് നമുക്ക് എപ്പോഴും ബോധവാന്മാരായിരിക്കണം. ഒന്ന്, മാറാത്ത തലവേദന, ഛർദിൽ, പിന്നെ ഫിറ്റ്സ്, എപ്പിലെപ്സി, പിന്നെ കാഴ്ചയ്ക്കോ കേൾവിക്കോ ഉള്ള തകരാറ്, പെട്ടെന്നുണ്ടാകുന്ന ഒരു തളർച്ചയോ, സാധാരണ മരുന്നുകളൊന്നും മാറാത്ത ലക്ഷണങ്ങളെല്ലാം ഉണ്ടെങ്കിൽ എത്രയും വേഗം ഒരു ന്യൂറോസർജറി വിദഗ്ധനെ കാണേണ്ടത് അത്യാവശ്യമാണ്. കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരുടെ ടെസ്റ്റുകളായ MRI സ്കാനിങ്ങോ CT സ്കാനിങ്ങോ ഉപയോഗിച്ച് എത്രയും വേഗം രോഗം കണ്ടുപിടിച്ചാൽ എത്രയും വേഗം അതിൻ്റെ ചികിത്സ തേടി അതിൻ്റെ ഒരു മോചനം നേടാൻ കഴിയും. ബ്രെയിൻ ട്യൂമറിൻ്റെ മറ്റ് ക്യാൻസറുകൾ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ വേഗത, വളർച്ചയുടെ വേഗത വെച്ചിട്ടാണ് എത്ര കാലം ആൾ ജീവിക്കും എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുക. അപ്പോൾ എത്രയും വേഗം ചികിത്സ തേടുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി ബ്രെയിൻ ട്യൂമർ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. നൂതനമായ സ്കാനിങ് മെത്തേഡ്സ് ഇന്നത്തെ ലോകത്ത് അവൈലബിൾ ആണ്. MRI സ്കാൻ, പിന്നെ MRIയുടെ തന്നെ നൂതനമായ MRI സ്പെക്ട്രോസ്കോപ്പി, MRI ട്രാക്ടോഗ്രാഫി, ഇങ്ങനത്തെ ഒരുപാട് നൂതനമായ ശാസ്ത്രീയമായ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായതുകൊണ്ട് എത്ര ചെറിയ ട്യൂമറും നമുക്ക് എത്രയും വേഗം കണ്ടുപിടിക്കാൻ സാധിക്കും. CT സ്കാനും മറ്റ് ഹൈ റെസൊല്യൂഷൻ സ്കാനും ഇതിൻ്റെ കൂടെ അഡീഷനായിട്ട് ചില ട്യൂമറുകൾക്ക് നമുക്ക് വേണ്ടി വന്നേക്കാം. എന്നാൽ ബ്രെയിൻ ട്യൂമറിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ അതിന് ഓപ്പറേഷനിലൂടെ നീക്കം ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ചികിത്സ. അതിന് നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ബ്രെയിനിൻ്റെ ഫങ്ഷൻ ബാധിക്കാത്ത രീതിയിലുള്ള സർജറി ഡെവലപ്മെൻറ്റ് ഇന്നത്തെ ശാസ്ത്രലോകം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് നമുക്ക് കീ ഹോൾ സർജറി ഉണ്ട്, റോബോട്ടിക് സർജറി ഉണ്ട്, നാവിഗേഷൻ ഗൈഡഡ് സർജറി, ഇമേജ് ഗൈഡഡ് സർജറി, അതായത് ലൈവായി ബ്രെയിൻ ട്യൂമറിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ ഓപ്പറേഷൻ ചെയ്യുന്ന രീതി. അങ്ങനെ ഞരമ്പുകൾക്ക് ഡാമേജ് കൂടാതെ ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു സാങ്കേതികത ഇന്നത്തെ ന്യൂറോ സെൻ്ററുകൾ ലഭ്യമാണ്. രോഗി പണ്ടത്തെ സിറ്റുവേഷനേക്കാളും വളരെ വേഗം സുഖം പ്രാപിക്കാനും ഇതുകൊണ്ട് സാധിക്കുന്നു. മുന്നേ ഉണ്ടായിരുന്ന മിഥ്യാധാരണകളൊക്കെ മാറ്റി എത്രയും വേഗം ചികിത്സ തേടുന്നതാണ് ഈ ബ്രെയിൻ ട്യൂമറിൻ്റെ ചികിത്സയ്ക്ക് ഏറ്റവും ഉത്തമം.